നമസ്കാരം കൂട്ടുകാരെ. ട്രാവൽ ആൻഡ് തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളുകൾ വീഡിയോ ഇടാൻ സാധിച്ചില്ലായിരുന്നു. വീണ്ടും വീഡിയോസുമായി ഞാൻ വന്നിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്ക് അറിവ് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ചരിത്രത്തിൻ്റെ വില്ലുവണ്ടിയിൽ വന്ന അയ്യങ്കാളിയെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വിഷയം. ആരായിരുന്നു അയ്യങ്കാളി എന്നത് അധികം മുഷിപ്പിക്കാതെ ചുരുക്കി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. തിരുവിതാംകൂറിൽ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ പുരോഗതിക്കായി പോരാടിയ വിപ്ലവ നേതാവ് എന്ന് നമുക്ക് പറയാം. ദളിതരുടെ ജീവിതത്തെ മാറ്റിമറിച്ച അദ്ദേഹത്തെ പുലയ രാജാവെന്നും വിളിച്ചു. ഒരു സ്ത്രീ എന്ന നിലയിൽ ആദ്യം ഞാൻ പറയേണ്ടത് പുലയ സ്ത്രീകൾക്ക് പൊതുസ്ഥലങ്ങളിൽ മാറുമറക്കാനുള്ള അവകാശം നേടിക്കൊടുത്ത മഹാനാണ് അയ്യങ്കാളി എന്നാണ്. അതല്ലേ അതിൻ്റെ ഒരു ശരി. 28-ാം വയസ്സിലാണ് ചരിത്രപ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര അദ്ദേഹം നടത്തുന്നത്. അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഇല്ലാതിരുന്ന രാജപാതയിൽ കൂടി പുതിയ പ്രഭാതത്തിൻ്റെ മണിയടി ശബ്ദവുമായി അദ്ദേഹം വില്ലുവണ്ടിയിൽ സാമൂഹിക അസമത്വങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് സഞ്ചരിച്ചു. വിദ്യാഭ്യാസം നേടാൻ അവകാശമില്ലാതിരുന്ന ജനതയ്ക്ക് വേണ്ടി പള്ളിക്കൂടം തന്നെ സ്ഥാപിച്ചു അദ്ദേഹം. പാവപ്പെട്ടവർ വേട്ടയാടപ്പെട്ടു. സഹോദരിമാർ ധരിച്ചിരുന്ന റൗക്കകൾ വലിച്ചു കീറി പലരുടെയും മാറിടം അറുത്തുമാറ്റി. ഭീകരമായി അവരെ മർദ്ദിച്ചു. കൂട്ടുകാരെ, നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവം സങ്കല്പിക്കാൻ പോലും സാധിക്കുമോ? അതൊക്കെ ഈ കേരളത്തിൽ നിലനിന്നിരുന്നു. പാവപ്പെട്ടവർക്ക് വേണ്ടി കലാപത്തിൻ്റെ ആഹ്വാനം മുഴക്കിയവനാണ്. അവസാന ശ്വാസം വരെ അനാചാരങ്ങൾക്കും ഉച്ചനീചത്വത്തിനുമെതിരെ പോരാടിയ, പൊരുതിയ, ഒരിക്കലും മറക്കാനാവാത്ത മഹാനാണ് ശ്രീ അയ്യങ്കാളി. പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇത്രയും ചുരുക്കിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. മറ്റൊരു നല്ല അറിവും വിജ്ഞാനവും കാഴ്ചകളും നൽകുന്ന വീഡിയോവുമായി ഇനിയും ഉടനെ ഞാൻ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻ്റ് ഇടണം. അതാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം.